അറിയില്ല. കൊണ്ടുപോയി. അത് ഞാൻ എഴുതുന്നത് 1992 അതൊരു കാതുകുത്ത് കല്യാണം കണ്ടപ്പോൾ എഴുതിയതാണ്. അതായത് കാതുകുത്തുന്നത് എൻ്റെ ശ്രുതിമോൾക്കാണ്, അതായത് ഏട്ടൻ്റെ കുട്ടിക്കാണ്. ആ കാതുകുത്ത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു. അതിനു മുൻപ് എഴുതാറുണ്ട്, പക്ഷെ കൈതോല എഴുതിയത് അങ്ങനെയാണ്. ആ എഴുതിയ പാട്ട് പിന്നെ ആരാണ് മ്യൂസിക് ചെയ്തത്? മ്യൂസിക് ചെയ്തത് ഞാൻ തന്നെയാണ്, ട്യൂൺ ചെയ്തത് ഞാനാണ്. എന്നിട്ട് എവിടെ ഇറക്കിയോ? ആദ്യമായിട്ട് ഞാനത് പാടിപ്പിച്ചത് തണ്ണീർക്കോട് ഒരു കുട്ടിക്കാണ് പഠിപ്പിച്ചത്, രതീഷ് വേലായുധ് എന്ന് പറയും. ആ കുട്ടി അത് പാടിയിട്ട് സബ് ജില്ലയ്ക്ക് കിട്ടി. സബ് ജില്ലയിൽ നിന്ന് ജില്ലയിലേക്ക് പോയി ആ പാട്ട്. അവിടുന്ന് ആരോ അത് അന്ന് മൊബൈൽ അധികം യൂസ് ചെയ്യാത്ത സമയമാണ്. അപ്പോൾ അവിടുന്ന് ആരോ അത് വാക്ക്മാനിൽ കൊണ്ടുപോയി തോന്നുന്നു. അങ്ങനെ തൃശ്ശൂർ ഒരു അഞ്ചു എന്ന് പറഞ്ഞൊരു കുട്ടി പാടുണ്ടായി. അഞ്ചു പാടിയിട്ട് അത് അന്ന് സംസ്ഥാനത്തിൽ ഫസ്റ്റ് കിട്ടിയതിന്. അന്നാണ് അത് പത്രത്തിലൊക്കെ കംപ്ലീറ്റ് വന്നത്. അപ്പോഴും എൻ്റെ പേരുണ്ടായില്ല. വെച്ചാൽ അത് പണ്ടുള്ളവർ പാടിയതാണെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തെ നമ്മൾ അങ്ങോട്ട് കണ്ടെത്തിയതല്ല, അദ്ദേഹം ഓഡിഷന് വന്നതാണ്. ഓഡിഷന് അദ്ദേഹം നാടൻ പാട്ട് കലാകാരനായി അദ്ദേഹം ഇവിടെ എത്തിയത് ഒരു നാടൻ പാട്ട് കലാകാരനായി പെർഫോം ചെയ്യാൻ വന്നതാണ്. പെർഫോം ചെയ്യാൻ അദ്ദേഹം തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ എഴുതിയ ഒരു നാടൻ പാട്ടുണ്ട്, അത് എല്ലാവരും പാടാറുണ്ട്, അത് പാടാം എന്ന് പറഞ്ഞിട്ട് പാടിയപ്പോഴാണ് ഈ പാട്ട് കേട്ട് ഞെട്ടിയത്. 1992, 26 വർഷം മുമ്പ് ആണ് ഇദ്ദേഹം എഴുതിയത്. 26 വർഷമെടുത്തു ഇദ്ദേഹം ഒരു വേദിയിലെത്തി ഇത് ക്ലെയിം ചെയ്യാൻ. ആലോചിച്ചു. ആ ഗാനം ഞാൻ പാടുകയാണ്. അത് എൻ്റെ ശ്രുതിമോള് കേൾക്കുകയും ചെയ്യും. ശ്രുതിമോള് മാത്രമല്ല, അതിൻ്റെ ആത്മാവ് തൊട്ടറിഞ്ഞിട്ടാണ് ഞാൻ പാടുന്നത്. അതിൽ ഒരാത്മാവുണ്ട്. നമുക്ക് കേൾക്കാം. ആ ഗാനം ഞാൻ പാടാട്ടോ. പായ വിരിച്ച് പായലൊരു പറനെല്ലു വളർന്ന് കാതുകുത്താനിപ്പ വരും അൻ്റമ്മമാര് പൊന്നോ. കാതുകുത്താനിപ്പ വരും അൻ്റമ്മമാര് പൊന്നോ. കുന്നത്തങ്ങാടിയില് ഷാപ്പിലും കയറി പള്ള നിറയോളം കൊള്ളും കുടിച്ച്. കുന്നത്തങ്ങാടിയില് ഷാപ്പിലും കയറി പള്ള നിറയോളം കള്ളും കുടിച്ച്. ആടിയാടി ഇപ്പ വരും അൻ്റമ്മമാര് പൊന്നോ. ആടിയാടി ഇപ്പ വരും അൻ്റമ്മമാര് പൊന്നോ. ആ ഏ ഓ ആ ഏ ഓ. മച്ചിലെ മുക്കാലെടുത്തിട്ട് കോരി കൂട്ടണ നേരം. മച്ചിലെ മുക്കാലെടുത്തിട്ട് കോരി കൂട്ടണ നേരം. കള്ളും വെള്ളും നാവില് തന്നിട്ട് പേരു വിളിക്കൂട്ട പൊന്നോ. കള്ളും വെള്ളും നാവില് തന്നിട്ട് പേരു വിളിക്കൂട്ട പൊന്നോ. ആ ഏ ഓ ആ ഏ ഓ. കാതിരുമ്പി കാറമുള്ളോണ്ട് കാതോല് കുത്തണ നേരം. കാതിരുമ്പി കാറമുള്ളോണ്ട് കാതോല് കുത്തണ നേരം. നോവുമ്പോ പച്ചല നോക്കിയിരുന്ന മതിയിട്ട പൊന്നോ. നോവുമ്പോ പച്ചല നോക്കിയിരുന്ന മതിയിട്ട പൊന്നോ. കൈതോല പായ വിരിച്ച് പായലൊരു പറനെല്ലു മളന്ന് കാതുകുത്താനിപ്പ വരും അൻ്റമ്മമാര് പൊന്നോ. കാതുകുത്താനിപ്പ വരും അൻ്റമ്മമാര് പൊന്നോ. ആ ഏ ഓ ആ ഏ ഓ. കാതുകുത്തി കാതോല തൂക്കി കരച്ചില് മാറിയാല് പൊന്നേ. ആ
കാതു കുത്തി കാതോല തൂക്കി കരച്ചില് മാറിയാല് പൊന്നോ കാണാൻ എന്തൊരു ചേലാണ് കുഞ്ഞിച്ചിരുതേ ഈ പെണ്ണ് എന്നെ കാണാൻ എന്തൊരു ചേലാണ് കുഞ്ഞിച്ചിരുതേ ഈ പെണ്ണേ കൈതോല പായ വിരിച്ച് പായലൊരു പറനെല്ലു മളന്ന് കാതു കുത്താനിപ്പ വരും അൻ്റമ്മാമാര് പൊന്നോ കാതു കുത്താനിപ്പ വരും അൻ്റമ്മാമാര് പൊന്നോ ആ ഏ ഓ ആ ഏ ഓ ആ ഏ ഓ ആ പാട്ടിന് ഇത്രയും ഫീല് താങ്കൾ പറഞ്ഞ കറക്റ്റാണ്. അതിന്റെ ആത്മാവ് തൊട്ടെഴുതിയ താങ്കൾക്കാണ് അത് കിട്ടിയിരിക്കുന്നത്. താങ്ക് യു. നമ്മള് കോമഡി ഉത്സവത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താ പറയുക, നമുക്ക് ഓട്ടോ പാട്ട് എഴുതിയത്, അതായത് നമ്മുടെ മണി താമരയെ പ്രസന്റ് ചെയ്യാൻ പറ്റി, നമുക്ക് അറുമുഖൻ ചേട്ടനെ പ്രസന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ മണിച്ചേട്ടന് വേണ്ടി പാട്ടുകൾ എഴുതിയ ആൾക്കാരെ പ്രസന്റ് ചെയ്യാൻ പറ്റിയിട്ട്, താരക പെണ്ണാളെ എഴുതിയ ആളെ പ്രസന്റ് ചെയ്യാൻ പറ്റി, സത്യേട്ടനും മധുചേട്ടനെയും പ്രസന്റ് ചെയ്യാൻ പറ്റി. ഇന്നിപ്പോ നമുക്ക് ഇവിടെ ജിതേഷിനെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കൈതോല ഇവിടെ ഈ വേദിയിൽ ഒരുപാട് കണ്ടസ്റ്റൻസ്, ഒരുപാട് പേര് പാർട്ടിസിപ്പൻസ് പാടിയിട്ടുണ്ട്. എന്തിന് പ്രചോദനം അറിയാം, നേരത്തെ പക്രുചേട്ടൻ പറഞ്ഞ പോലെ എത്ര തവണ അല്ലേ ഏട്ടാ വേദിയിൽ പാടിയിട്ടുള്ളത്. അതെ അതെ. പക്ഷെ നമ്മളൊന്നും ഇത്രയും നല്ല വരികൾ, കാര്യം ഇതാണ് യഥാർത്ഥ വരികൾ എന്നുള്ളത് ഇപ്പോഴാണ് അറിയുന്നത്. ഈ വേദിയിൽ വെച്ചിട്ട് ഒരു അനൗൺസ്മെന്റ് ഷിബു, ഇപ്പോ നമ്മുടെ ഷിബു കൊഞ്ചിറ പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ഈ ക്രിയേറ്റേഴ്സിനെ കിട്ടിയിട്ടുണ്ടല്ലോ, ഈ ക്രിയേറ്റേഴ്സിന്റെ വോയിസിൽ തന്നെ 10 ഗാനങ്ങൾ അടങ്ങുന്ന ഒരെണ്ണം നമ്മൾ ഇറക്കാം.